എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യുവൻ സെങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യുവനുവിൻ്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് ചോദിക്കും, അതായത് നമ്മുടെ ഹാങ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ്. അങ്ങനെ നമ്മുടെ യുവനുവിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ പറയും, അതായത് ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് ട്യൂമർ ഉള്ളവരാണ് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ യുവൻ സെങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹാങ്ങിന് ട്യൂമർ ഉണ്ട് എന്നല്ലേ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ യുവൻ സെങ് ആണെങ്കിൽ അവൻ്റെ കയ്യിലൊരു ചെയിൻ എടുത്തിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഹാങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ അവർ നടത്തുന്ന ആ ഒരു ഓർഫനേജിലെ അതിലേക്കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാൻ നേരത്ത് അവളുടെ പുറകെയോട്ടൊരു ജർമ്മൻ ഷിപ്പ്യാർഡ് പട്ടിയാണെങ്കിൽ ഇവളെ ഓടിച്ച് കടിക്കാനായിട്ട് വരും. ഇവള് നിലവിളിച്ചുകൊണ്ട് ഓടും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവളുടെ മുമ്പിലായിട്ട് വരുന്നത് നമ്മളുടെ യുവൻ സെങ് ആണ്. അവനാണെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് ഈ ജർമ്മൻ ഷിപ്പ്യാർഡിന്റെ മുഖത്ത് നോക്കി നല്ലൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ ആ പട്ടി അവിടെ നിന്ന് ഓടിപ്പോവും. തൊട്ട് പിറവിനെ തന്നെ ആ പട്ടിയുടെ ഓണർ അവിടേക്ക് വന്നിട്ട് നമ്മളുടെ യുവൻ സെങ്ങിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അയാൾക്ക് അറിയത്തില്ലല്ലോ നടന്നതൊക്കെ എന്താ എന്ന്. അയാൾ പറയും, നീ എന്തിനാ എൻ്റെ പട്ടീനെ ഉപദ്രവിച്ചത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ യുവൻ സെങ്ങിന് നല്ലതുപോലെ അടി കിട്ടും. അപ്പോഴും തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ വീട്ടുകാർ എവിടേക്ക് ഓടി വരും. അവരെല്ലാവരും അവരുടെ ഹാങ്ങിനെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് വന്നിട്ട് ഇയാളുടെ അടുത്ത് പറയും നടന്നത് എന്താ എന്ന്. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ യുവൻ സെങ്ങിൻ്റെ മുറിഞ്ഞ കാലിലായിട്ട് അവളുടെ കയ്യിലിരുന്നൊരു തുണിയെടുത്ത് കെട്ടിക്കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് താങ്ക് യുവും പറഞ്ഞ് ഓടിപ്പോവുമെന്ന്. നമ്മളുടെ യുവൻ സെങ് ആണെങ്കിൽ തറയെ നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മളുടെ ഹാങ്ങിൻ്റെ ഒരു മാല കിടപ്പുണ്ട്. അവനങ്ങനെ അതെടുത്ത് കയ്യിൽ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പ്രസന്റ് ടൈമാണ്. അവിടെ നമ്മുടെ യുവൻ സെങ് ആണെങ്കിൽ ഹാങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവൻ ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അതായത് നമ്മുടെ ഹാങ് ഇപ്പോൾ വീട്ടിലോട്ട് വരുവാന്ന്. ഇവളെ കാണുന്നത് നമ്മുടെ യുവൻ സെങ് ആണെങ്കിൽ വന്ന് ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇത്രയും നേരം ഇവിടെ പോയേക്കുമായിരുന്നു, എന്ത് പറ്റി ഇത്രയും ലേറ്റ് ആയത് എന്ന്. അപ്പോൾ നമ്മളുടെ ഹാങ് പറയാം, അതിപ്പോൾ നീ എന്തിനാ അറിയുന്നത്, എനിക്ക് പല കാര്യങ്ങളും കാണത്തില്ലേ. ഉടനെ തന്നെ നമ്മുടെ യുവൻ സെങ് ആണെങ്കിൽ ചോദിക്കും, നീ ആണെങ്കിൽ ആ യുവനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പോവുമല്ലേ, അവനെ നിന്റെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിക്കൂടെ. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് പറയും, അത് അവൻ്റെ ചോയ്സാണ്, അവൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. പോരാത്തതിന് ഈ കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് യുവനുമാണ്. അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ യുവൻ സെങ് പറയും, നിനക്ക് എർമൻ്റെ പ്രോജക്റ്റ് കിട്ടിയില്ലേ, അതിനുവേണ്ടി നിന്നെ സഹായിച്ചത് ഞാനല്ലേ. അപ്പോൾ നിന്റെ കമ്പനീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാനല്ലേ, നീ എന്താ അതും മനസ്സിലാക്കാത്തത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അങ്ങനെയായിരുന്നോ, എങ്കിൽ പിന്നെ എനിക്ക് ഹെർമൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ മാത്രമായിരുന്നു ആ പ്രോജക്റ്റിനെ കഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇത് കേൾക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നല്ലോ. എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല, നിനക്ക് എന്നെ സഹായിക്കാതിരിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് അവിടെ നിന്ന് പോകാനൊരുങ്ങും. ഉടനെ തന്നെ നമ്മുടെ യുവൻ സെങ് പറയും, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെയർമാൻ്റെ ആ ഗേൾ ഫ്രണ്ട് ഇല്ല, അവരവിടേക്ക് വരും. ഇവരെ കാണുന്നതും നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഗ്രേസിലെ അവരാണെങ്കിൽ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയെടുത്തും അതേപോലെ തന്നെ ചിയോളിൻ്റെ അടുത്തുകൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗ്രേസ് പറയാൻ തുടങ്ങും, അതായത് യുനു എന്തിനാ ഇപ്പോഴും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ മോളുമായിട്ട് അവന് ഡിവോഴ്സ് കിട്ടിയല്ലോ, ഇനിയും അവൻ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ ഒന്നും മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കും. ഉടനെ തന്നെ ഗ്രേസ് പറയും, അങ്ങനെ അവൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവാൻ പോകുന്നത് ഈ ചിയോളിന് തന്നെയായിരിക്കും, അവൻ്റെ പൊസിഷൻസ് ആയിരിക്കും അവൻ കൈക്കലാക്കാൻ പോകുന്നതെന്ന്. ഇത് കേൾക്കുന്നതും ചിയോളിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവനും വിചാരിക്കും ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ യുനുവിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കോൾ വരും. അവരാണെങ്കിൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അമ്മേനെ ഒരു സ്ഥലത്തായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യുനുവിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. യുനുവിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര കാമായിട്ടിരുന്നിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മേനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അതായത് കുട്ടികൾക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും എന്ന് പറഞ്ഞിട്ട് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യുനുവിൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, അല്ല നിങ്ങൾ സത്യമൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും എപ്പോഴേ ഡിവോഴ്സായി, രണ്ടുപേരും ഇപ്പം തെറ്റിപ്പിരിഞ്ഞ് രണ്ട് വഴിക്കായിട്ടിരിക്കുകയാണ്, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ. അതൊക്കെ എങ്ങനെ അറിയാനാ, നിങ്ങളുടെ മോൻ വല്ലതും പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ. അവനാണെങ്കിൽ നമ്മുടെ കമ്പനീനെ ചതിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം വേറെ കമ്പനിക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവനാണെങ്കിൽ നമ്മളെ എല്ലാവരെയും ചതിച്ചു. അതിൻ്റെ പേരിൽ ചെയർമാൻ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മോൻ്റെ അടുത്ത് പറയണം ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോവാൻ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയിരുന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുനുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവർ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വൈകുന്നേര സമയത്ത് നമ്മുടെ യുനുവിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ ആ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യുനുവിൻ്റെ അച്ഛനും ചേച്ചിയും ചേട്ടനും എല്ലാവരും യുനുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവരെ കാണുന്നേയും യുനുവിൻ്റെ അമ്മ അവിടെ നടന്ന കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ആ അമ്മ പറയാൻ തുടങ്ങും, എൻ്റെ മോൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്ത് കാണിയത്തില്ല, അവനാണെങ്കിൽ നിഷ്കളങ്കനാണ് എന്ന്. സത്യത്തിൽ നമ്മുടെ യൂനുവിൽ അവൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഒരു വാച്ച് കടയിലെ ലേഡി എടുത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകൾ ആരൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളൊരു ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവനാണെങ്കിൽ ആ ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടേക്ക് വരും. അങ്ങനെ ആ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് 10 പേര് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് നമ്മളുടെ ചെയർമാൻ്റെ ആ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവരുടെ പേരും ഉണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ യൂനു ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അവൻ വിചാരിക്കും എങ്കിലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് അവരാർക്കായിരിക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന്. പിന്നീട് നമുക്ക് കാണിക്കുന്ന യൂൻസെങ്ങിനെയാണ്. അവൻ്റെ കയ്യിലായിട്ട് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചും കിടപ്പുണ്ട്. അതായത് അവൻ്റെ അമ്മയായിട്ടുള്ള ആ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇവന് 2-3 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഗിഫ്റ്റ് ചെയ്തത് എന്തോ ആണ്. ഇവനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മളുടെ ഹാങ്ങിനെ ഫോളോ ചെയ്തിട്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നതും നമ്മളുടെ യൂൻസെങ്ങും ഇവളുടെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. ഇവളെവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു കാർ വന്നിട്ട് ഇവനെ ഓവർടേക്ക് ചെയ്ത് ഇവനെ ബ്ലോക്ക് ചെയ്തങ്ങ് നിർത്തും. അതാണെങ്കിൽ നമ്മളുടെ യൂനു ആയിരുന്നു. അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നമ്മളുടെ യൂൻസെങ്ങും പുറത്തിറങ്ങും. അപ്പോൾ നമ്മുടെ യൂനു ചോദിക്കും, അല്ല നീ എന്തോത്തിനാ ഹാങ്ങിനെ ഫോളോ ചെയ്യുന്നത്? ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് നിന്നെ വാച്ച് ചെയ്യുമായിരുന്നു. നീ ഹാങ്ങിൻ്റെ കാറിൻ്റെ പുറകെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കും. സത്യത്തിൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻസെങ്ങ് ഭയങ്കര ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അവന് മനസ്സിലാവത്തേയില്ല ഈ യൂനു എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ യൂനുവിൻ്റെ സെക്രട്ടറി അടുത്താണെങ്കിൽ യൂൻസെങ്ങ് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. അവനങ്ങനെ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് നമ്മുടെ യൂനു വരും. അവനിതെല്ലാം കേൾക്കും. അങ്ങനെ അവൻ്റെ സെക്രട്ടറി അടുത്ത് ചോദിക്കും, നീ എന്തുവാ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവസാനമാണെങ്കിൽ ആ സെക്രട്ടറി സത്യമെല്ലാം പറയും. അതായത് ഞാനാണെങ്കിൽ ഇപ്പോൾ യൂൻസെങ്ങിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എൻ്റെ അടുത്ത് ഹാങ് കഴിക്കുന്ന മെഡിസിൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് മനസ്സിലാവും. അതായത് യൂൻസെങ്ങിനും ഇപ്പോൾ നമ്മളുടെ ഹാങ്ങിന് വയ്യ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന്. അവനാണെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ വന്നിട്ട് യൂൻസെങ്ങിൻ്റെ അടുത്ത് പ്രസൻറ്റ് ടൈമിൽ പറയും, നീയാണെങ്കിൽ അനാവശ്യമായിട്ട് ഹാങ്ങിനെ ഫോളോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാനും അവളും ഡിവോഴ്സ് ആയിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഞാനൊരിക്കലും വെറുതെ ഇരിക്കത്തില്ല, ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും എന്നൊക്കെ നമ്മുടെ യൂനു ഇങ്ങനെ പറയും. ഉടനെ തന്നെ നമ്മുടെ യൂൻസെങ് ആണെങ്കിൽ അവന് റിപ്ലൈ കൊടുക്കും, നീ എത്രയൊക്കെ പറഞ്ഞാലും ഹാങ്ങിനെ സംബന്ധിച്ച് ഒരു സ്ട്രേഞ്ചർ തന്നെയാണ്. അതുകൊണ്ട് നീ നിൻ്റേതായിട്ടുള്ള നിലയ്ക്ക് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്രയും പറഞ്ഞിട്ട് നമ്മളുടെ യൂൻസെങ് ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്ന വഴിയിൽ നമ്മുടെ യൂൻസെങ്ങിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് നമ്മളുടെ യൂനു ശ്രദ്ധിക്കും. അതായത് അവൻ ഇത്രയും നാളും തേടിക്കൊണ്ടിരുന്ന ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചില്ലേ, അത് തന്നെയാണ് ഇവൻ്റെ കയ്യിലും കിടക്കുന്നത്. ഉടനെ തന്നെ അവനിങ്ങനെ ആലോചിക്കും, എങ്കിലും ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ടും ഇവനും തമ്മിലുള്ള ബന്ധം എന്തുമായിരിക്കും എന്ന്, ഇവർക്കിടയിൽ എന്തോ സീക്രട്ടായിട്ടുള്ള ഡീലിംഗ് ഉണ്ട് എന്ന് അവന് തോന്നും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിയോളിനെ കാണാൻ വേണ്ടിയിട്ട് യൂൻസെങ് വരുന്നതാണ്. അവനാണെങ്കിൽ അവിടെ വന്നിട്ട് ചിയോളിൻ്റെ അടുത്ത് പറയും, അതായത് നമ്മളിപ്പോൾ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ടിരുന്ന ആ ഒരു സ്ഥലമില്ലേ, അതിൻ്റെ അടുത്തായിട്ടൊരു മിലിറ്ററി ക്യാമ്പുണ്ട്. അതാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് അവരത് മാറ്റാൻ റെഡിയല്ല. സത്യം പറഞ്ഞാൽ നമ്മളുടെ ചിയോളിന് പ്രശ്നം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യൂൻസെങ് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചിയോളിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി നമ്മുടെ യൂനു ആദ്യമേ പറഞ്ഞതാണ്, നിനക്ക് എന്തെങ്കിലുമൊക്കെ പെർമിഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആദ്യമേ സംസാരിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഈ പ്രോജക്റ്റിനകത്തോട്ട് തലയിടാവുള്ളൂ എന്ന്. എങ്കിൽ നമ്മുടെ ചിയോളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കാണ്ടിരിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കൂട്ടത്തിൽ തന്നെ അവനെ നമ്മളുടെ ചെയർമാനും വിളിച്ചുകൊണ്ടിരിക്കും ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട്. നമ്മുടെ ചിയോളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യത്തേ ഇല്ല. അവൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ചെയർമാൻ്റെ കോള് കട്ട് ചെയ്ത് വിടുന്നത്. അങ്ങനെ അവൻ സമാധാനിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ സെക്രട്ടറിനെ നമ്മുടെ ചെയർമാൻ വിളിച്ചിട്ട് പറയും, അതായത് ചിയോളിൻ്റെ അടുത്ത് വേഗം തന്നെ വീട്ടിലോട്ട് വരാൻ പറയാം. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോള് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോകും. അങ്ങനെ അവനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിയോളിന് ഓർമ്മ വരും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ യൂനുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യൂനുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് പറയും, നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ നമ്മളുടെ ചിയോള് നടന്ന കാര്യമൊക്കെ പറയും. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ അവരുടെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞതല്ലേ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാവുള്ളൂ എന്ന്, നീയല്ലേ ഒന്നും കേൾക്കാഞ്ഞത്. അപ്പോൾ നമ്മളുടെ ചിയോള് പറയും, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഇത്തവണയും കൂടി നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ അവിടെ ഹാങ്ങിൻ്റെ അച്ഛനെ പിടിച്ച് നിർത്തി വഴക്ക് പറയുന്നതാണ്. അയാൾ പറയും, നോക്കിയാണേ നിൻ്റെ മോനെയും കൊണ്ട് എനിക്ക് എപ്പോഴും നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ. നിൻ്റെ മോനെ ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയത്തില്ല. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരിൽ നമുക്ക് എത്ര കോടി രൂപയുടെ നഷ്ടം
നഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് അറിയാവോ? എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്, അതെല്ലാം നമുക്കിപ്പോൾ നഷ്ടപ്പെടാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ചെയർമാൻ ഭയങ്കരമായിട്ടിരുന്ന് ദേഷിക്കും. അവിടെ നമ്മളുടെ ഹാങ്ങും ഇരിപ്പുണ്ട്, അവൾക്ക് എന്ത് പറയണമെന്ന് ഓടി അറിയത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിയോള് ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ കയറി വരും. ഇവനെ കാണുന്നത് നമ്മളുടെ ചെയർമാൻ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, നിനക്കൊരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നും പറഞ്ഞിട്ട്. ഉടനെ തന്നെ നമ്മുടെ ചിയോള് പറയും, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട് എന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് അവൻ ഹെൽപ്പ് ചോദിച്ചില്ലേ, അങ്ങനെ യൂനു ആണെങ്കിൽ ആ മിലിറ്ററി ക്ലബിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും കുറേ ഇല്ലുസ്ട്രേഷനൊക്കെ കാണിച്ചിട്ട് അവൻ പറയും, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, നിങ്ങൾ തൽക്കാലത്തേക്ക് വേറെ എവിടേക്കെങ്കിലും മാറിപ്പോയേ വരത്തുള്ളൂ, അങ്ങനെ നിങ്ങൾ എഗ്രിമെൻറ്റിൽ സൈനും ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ. അങ്ങനെ അവസാനം നമ്മളുടെ യൂനു ആണെങ്കിൽ സംസാരിച്ച് എല്ലാ പ്രശ്നവും സോൾവ് ആക്കും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ചെയർമാൻ ഇത് അറിയുന്നതും അയാൾ പറയും, എത്രയൊക്കെ പറഞ്ഞാലും യൂനു ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, അവൻ നമ്മുടെ കമ്പനിയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ചിയോളാണെങ്കിൽ ഇവിടെ പറയാൻ തുടങ്ങും, സത്യത്തിൽ യൂനുവിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാനും അവരോട് സംസാരിച്ചു, എന്നാൽ ഇവൻ പറയുന്നതൊന്നും ആരും വലുതായിട്ട് മൈൻഡൊന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളാണെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും ഉണ്ട്. അവരിങ്ങനെ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ലേഡിയാണെങ്കിൽ നമ്മുടെ ചിയോളിൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങൾ അറിഞ്ഞല്ലോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾ നിങ്ങളെ ചതിച്ചു, അയാൾ വേറെ കമ്പനിക്കൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോള് ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ പറയും, അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള റൂമറാണ് എന്ന്. എന്നാൽ എല്ലാവരും അത് സത്യമായിട്ട് തന്നെ വിശ്വസിച്ച് വെച്ചേക്കുവാണ്. അവിടെയാണെങ്കിൽ ആ ലേഡി പറയും, ഇതൊരു ലോയർ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കുന്നേ നമ്മുടെ ചിയോളാണെങ്കിൽ ആദ്യമേ ഡൗട്ട് അടിക്കുന്ന നമ്മളുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനു ഇപ്പോൾ നമ്മുടെ കമ്പനീനെ ചതിച്ചു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ചിയോൾ ഇരുന്നിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ മൊത്തവും പറയുന്നത് യൂൻസങ്ങിൻ്റെ അടുത്താണ്. അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും, കണ്ടില്ലേ ആ യൂനു ചെയ്തത് എന്തുവാ എന്ന്. അവനാണെങ്കിൽ കൂടെ നിൽക്കുന്ന പോലെ നിന്നിട്ട് അവസാനം കാല് വരുന്ന പരിപാടിയാണ് ചെയ്തത്. അവനാണെങ്കിൽ എൻ്റെ ഏത് പ്രോജക്റ്റ് കണ്ടാലും അപ്പോഴെല്ലാം ഓരോ മുടക്കം പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് അവനിപ്പോൾ ചെയ്തത് എനിക്കങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല, അവനാണ് ആ ഇൻഫർമേഷൻസ് എല്ലാം ബാക്കിയുള്ളവർക്ക് എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചിയോൾ ഇങ്ങനെ സംസാരിക്കും. എന്നാൽ അവനറിയുന്നില്ലല്ലോ ഇതെല്ലാം ചെയ്തത് നമ്മുടെ യൂൻസങ് ആണ് എന്ന്. ഇവിടെ വേറെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവരാരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഇതറിയുന്നത് നമ്മളുടെ ചിയോള് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോകും. അവനിങ്ങനെ അവൻ്റെ പ്രോജക്റ്റ് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നേ. ഉടനെ തന്നെ നമ്മളുടെ യൂൻസങ് ആണെങ്കിൽ അവിടെ പറയും, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാനാണെങ്കിൽ ആ ഷെയർസ് എല്ലാം വാങ്ങിക്കാൻ റെഡിയാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന്. ഇതറിയുന്നത് നമ്മളുടെ യൂനുവിന് നല്ല ഡൗട്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ എല്ലാ ഷെയർസും നമ്മുടെ യൂൻസങ് തന്നെ വാങ്ങിക്കണോ എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അവൻ എന്തോ വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളുടെ യൂനു ഇങ്ങനെ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചെയർമാനും ടീമും എല്ലാവരോടും ചേർന്നിട്ട് യൂൻസങ്ങുമായിട്ടിരുന്ന ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുന്നതാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ യൂനു അവിടേക്ക് കയറി വരും. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ പറയും, അതായത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ആലോചിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിലെ ആ ഒരു ഷെയർസിനകത്ത് ഏറ്റവും മെയിൻ ഷെയർ പോകാൻ പോകുന്നത് യൂൻസങ്ങിന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അത് അതേപോലെ ബാധിക്കും എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛന് കാര്യം മനസ്സിലാവും. എന്നാൽ നമ്മുടെ ചിയോളാണെങ്കിൽ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ അഭിപ്രായം പറയാൻ വരുന്നത്? നിന്നെ കാരണം തന്നെയല്ലേ നമ്മുടെ കമ്പനിയുടെ ഇമേജ് എല്ലാം തകർന്നു പോയത്. ഉടനെ തന്നെ നമ്മളുടെ ചെയർമാനും ഒന്നിരുന്ന് ആലോചിക്കും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യം പറഞ്ഞാൽ ചെയർമാൻ എടുത്ത് അയാളുടെ ഗേൾ ഫ്രണ്ടില്ലേ ഓൾറെഡി ഓരോന്നൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഒരു ഷേമനെ കാണും, അതായത് ഒരു മന്ത്രവാദിനിയെ. സത്യത്തിൽ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ഇതിലെല്ലാം നല്ല വിശ്വാസമാണ്. ഉടനെ തന്നെ നമ്മുടെ ഗേൾ ഫ്രണ്ട് പറയും, നിങ്ങൾക്ക് ഉടനെ എങ്ങാനും ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റോ അതേപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യാണ്ട് അപ്പോഴ് തന്നെ അതങ്ങ് സൈൻ ചെയ്തേക്കണം എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ചെയർമാനും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കും. അയാൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അയാൾ രണ്ടാമതൊന്നും ആലോചിക്കാണ്ട് നമ്മളുടെ യൂനിയൻ പറഞ്ഞതുപോലും വിലക്കെടുക്കാണ്ട് ആ പേപ്പർ അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മളുടെ ചെയർമാൻ അവിടെ പറയും, ഞാൻ എല്ലാവർക്കും ഒരു 3 ചാൻസാണ് കൊടുക്കുന്നത്, നീ ആണെങ്കിൽ ആ കിട്ടിയ 3 ചാൻസും കൊണ്ട് കളഞ്ഞിട്ടുണ്ട് യൂനു. നീ ആദ്യമേ തന്നെ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. രണ്ടാമത് നീ കമ്പനിയിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഓരോരോ ആൾക്കാർക്ക് ചോർത്തി കൊടുത്തു. മൂന്നാമതാ ഞാനൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് ഓരോരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. ഇതൊന്നും ഞാൻ വെറുതെ വിടത്തില്ല, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണോ എന്ന് പറയും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.